കൃത്യമായ ആസൂത്രണമില്ലാതെ കേരയിൽ കുറ്റികൾ നാട്ടിൽ മുഴുവൻ നാട്ടിയ സമയത്ത് ജനങ്ങളാകെ പ്രതിസന്ധിയിലായിരുന്നു. അത്തരത്തിൽ നൂറുകണക്കിന് ആളുകളുടെ വീടുകളും മറ്റു സ്വത്തുവകകളും പൂർണ്ണമായി നഷ്ടപ്പെടുന്ന കാസർഗോഡ് നീലേശ്വരം പള്ളിക്കരയിലെ കറുത്തഗേറ്റ് പരിസരത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നാട്ടിൽ മുഴുവൻ കേരയിലിൻ്റെ വിളംബരമായി ഉദ്യോഗസ്ഥ കൂട്ടം വന്ന് കല്ലിട്ടു. മാറിയും മറിഞ്ഞു വരുന്ന അലൈൻമെൻറ്റ് പ്രകാരം ട്രാക്കും ബഫർ സോണും വന്നപ്പോൾ നാട്ടുകാർക്ക് നഷ്ടപ്പെടുന്നത് തങ്ങളുടെ സ്വപ്നങ്ങളാണ്. ആഗ്രഹിച്ച് മോഹിച്ചു പണിത വീടിൻ്റെ ബഹുഭൂരിപക്ഷവും സർക്കാർ കൊണ്ടുപോകുന്ന ഗതികേട് ജനങ്ങൾക്ക് നേരിട്ട് കാണേണ്ടി വന്നു. സ്വർണ്ണക്കതിരുകൾ നിറയുന്ന നെൽവയലുകളിൽ മഞ്ഞക്കുറ്റികൾ നിറഞ്ഞു. ശക്തമായ പ്രതിഷേധം നടന്നു. അധികാരികൾ ഒടുവിൽ നിലപാട് മയപ്പെടുത്തി തുടങ്ങി. എന്നാൽ പ്രശ്നങ്ങൾ അവിടെ തീർന്നില്ല. ഇത് രണ്ട് മക്കൾക്കും പാർട്ടീഷനാക്കി കൊടുക്കാൻ പറ്റുന്നില്ല. മറ്റൊരു സംഗതിക്ക് പോയാൽ നേരെയാകുന്നില്ല. എന്തെങ്കിലും ലോണോ കാര്യമോ അത് എടുക്കണമെങ്കിൽ അത് നേരെയാകുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള സംഗതിയാണ് ഇപ്പോൾ ഉള്ളത്. അത് എന്ത് ചെയ്യണമെന്ന് നമ്മൾക്കറിയില്ല. സ്വന്തം ഭൂമി സ്വന്തം ആവശ്യങ്ങൾക്ക് പോലും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ. ജനങ്ങളാകെ ദുരിതത്തിലായി. സ്ഥലം വിൽക്കാനോ വീതം വയ്ക്കാനോ കഴിയാതെയായി. മറ്റൊരിടത്ത് നിന്ന് ഉയർന്നു കേട്ടത് അതിലും ഭീകരമായ ദുരവസ്ഥ. വേറെ എന്തെങ്കിലും വിൽപ്പന നടത്താനോ അല്ലെങ്കിൽ വേറൊരാൾ വാങ്ങാനിപ്പോൾ ഇങ്ങോട്ട് ധൈര്യപ്പെടുന്നില്ല. പിന്നെ കല്യാണം മറ്റേ കാര്യം ഇങ്ങനെയുള്ള ഇല്ല സ്ഥിതിക്ക് അവിടത്തേക്ക് വരുമ്പോൾ അവർ വീടിപ്പം പോകും, കേരളയിൽ പോകും. അതുകൊണ്ട് ഇവിടെ കല്യാണം കഴിക്കാൻ ഇവിടെ ആവില്ല എന്നെല്ലാം പറഞ്ഞിട്ട് ആൾക്കാർ തിരിച്ചു പോകുന്നു. ഇങ്ങനെയുള്ള അവസ്ഥയാണുള്ളത്. വിശ്രമ ജീവിതം നയിക്കുന്ന തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥനായിരുന്ന ബേസിലിന് പറയാനുള്ളതും ഇത്തരം ആശങ്കകളെക്കുറിച്ചാണ്. കൃഷി ചെയ്യുന്നവന് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്ക്, അവന് വേണ്ടതായ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്ക്, അവന് വേണ്ടതായ ബാക്കിയുള്ള ഒത്തുചേർപ്പ് കുടിവെള്ളം ഉണ്ടാക്കാൻ കൊടുക്ക്. എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഇത് നിങ്ങളുടെ റെയിലിൻ്റെ ഇരട്ടി ലാഭം നിങ്ങൾക്ക് ഇവിടെ കിട്ടും തീർച്ചയായിട്ടും. സെന്റ് ആൻസ് AUP സ്കൂളിന് നടുവിൽ സ്ഥാപിച്ച അടയാളക്കുറ്റികൾ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും നെഞ്ചിടിപ്പിന് ആക്കം കൂട്ടുന്നുണ്ട്. രണ്ടു വീടുകളും പൂർണ്ണമായും കേരയിൽ വിഴുങ്ങുമെന്ന ഭയത്തിൽ ദിവസങ്ങൾ തള്ളി നീക്കുകയാണ് ഒരു കുടുംബം. കേരയിൽ വരുമ്പോൾ മറ്റത് തൊട്ടടുത്തുള്ളതായ ശരിക്കും ഒരു 5 മീറ്റർ പോലും വ്യത്യാസമില്ലാത്ത സ്ഥലത്ത് മറ്റേ വീട് സ്ഥിതി ചെയ്യുന്നു. മകൾ ലോണെടുത്ത് കെട്ടിയ വീടാണ്. ആ വീട്ടിൽ അവരുടെ ഭർത്താവ് ഗൾഫിലാണ്. വളരെ കഷ്ടപ്പെട്ട് അവർ ലോണെടുത്ത് കെട്ടിയ വീട് അതിപ്പോൾ പോകുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തൊരു ആത്മഹത്യാപരമായ ഒരു ഇതായിട്ടാണ് കാണുന്നത്. നാടിന് വികസനം വേണം. എല്ലാവർക്കും യാത്ര ചെയ്യാനുള്ള ധൃതിയുമുണ്ട്. പക്ഷേ ഈ ജനങ്ങളാരും വികസന വിരോധികളല്ല. എന്നാൽ വികസനത്തിൻ്റെ പേര് പറഞ്ഞ് ആയിരങ്ങളെ യാതൊരു മുൻകരുതലുകളുമില്ലാതെ പുറംപോക്കുകളിലേക്ക് നീക്കി നിർത്തുന്ന ഭരണകൂടത്തിൻ്റെ പിടിവാശികളെയാണ് ഈ പാവങ്ങൾ ചെറുത്തുതോൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. പിന്തുണ നൽകിയില്ലെങ്കിലും അവരെ പൂർണ്ണമായി അവഗണിക്കുന്ന നിലപാട് സർക്കാർ എടുക്കരുത്. പതിറ്റാണ്ടുകളായി കൈമാറി വന്ന മണ്ണിൽ ശുദ്ധവായു ശ്വസിച്ച് ജീവിതാവസാനം വരെ ജീവിക്കാനാണ് ഇവർക്ക് തെരുവിലിറങ്ങേണ്ടി വരുന്നത്. സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.